പാലക്കാട് NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. എന്തായാലും പാലക്കാട് വലിയൊരു സാധ്യത BJPക്കുള്ളൊരു സ്ഥലം കൂടിയാണ്, പ്രത്യേകിച്ച് നഗരപ്രദേശം. പക്ഷേ ഗ്രാമീണ മേഖലകളിലേക്കും മറ്റുള്ള മണ്ഡലങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ വലിയ ഇടതുചായ്വുള്ളതുമാണ്. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത്? ഒന്ന്, നഗരമേഖലയിലാണ് BJPക്ക് സ്വാധീനം എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലേ അറിയാം. നിരവധി പഞ്ചായത്തുകളിൽ, ഗ്രാമപഞ്ചായത്തുകളിൽ BJP പ്രധാന പ്രതിപക്ഷ. പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന മലമ്പുഴ മണ്ഡലത്തിലെ അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത്, മലമ്പുഴ ഗ്രാമപഞ്ചായത്ത്, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത്, വാണിയംകുളം, ഷൊർണൂർ നഗരസഭ, ഒറ്റപ്പാലം നഗരസഭ, ഇവിടെ എല്ലാം BJPയാണ് പ്രധാന പ്രതിപക്ഷം. BJP പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ മേഖലയിലും വലിയ ശക്തമായിട്ടുള്ള അടിത്തറയുണ്ട്. ഞങ്ങൾ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള നിരവധി പഞ്ചായത്തുകളും നഗരസഭകളും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി മാത്രമല്ല, ഞങ്ങൾ പാലക്കാടിന് പുറത്തും ഞങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. അതിലിപ്പോൾ പാലക്കാട് ഏറ്റവും സ്വാധീനമുള്ള പഞ്ചായത്തുകൾ ഏതൊക്കെയാണ്? പാലക്കാട് 30ഓളം പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. UDFനേക്കാളും വലിയ വോട്ടിംഗ് ഞങ്ങൾക്കുള്ള നിരവധി പഞ്ചായത്തുകൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFനെ 3ാം സ്ഥാനത്തേക്ക് തള്ളിയ നിരവധി പഞ്ചായത്തുകളുണ്ട്. അതുപോലെ നഗരസഭകളുണ്ട്. ഷൊർണൂരും ഒറ്റപ്പാലത്തൊക്കെ BJPയാണ് പ്രധാന പ്രതിപക്ഷം. പാലക്കാട് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗരസഭകൾ ഷൊർണൂരും ഒറ്റപ്പാലും, രണ്ടവിടെയും BJPയാണ് പ്രധാന പ്രതിപക്ഷം. ഇനി നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ BJP വോട്ട് കച്ചവടം എന്നുള്ള ഒരു ആരോപണം ഒരുപാട് കേട്ടതാണ്. പക്ഷേ ഇത്തവണ ഇപ്പോൾ പാർട്ടിക്ക് അകത്ത് തന്നെ ഒരാളും അർത്ഥവും ഒക്കെ ഉണ്ടായ പോലെ തന്നെയാണ് BJPയുടെ കേരളത്തിലൊരു ഇടപെടൽ. പ്രത്യേകിച്ച് ഇപ്പോൾ പത്മജ BJPയിലേക്ക് വരുന്നു, പുതിയ ആളുകൾ BJPയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം, ഇതൊക്കെ എത്രത്തോളം ഊർജം നൽകുന്നുണ്ട്? ജനങ്ങളുടെ പ്രതീക്ഷ ഇന്ന് BJP ആയിട്ട് മാറിയിരിക്കുക. ഈ രാജ്യത്ത് മുഴുവൻ വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിജിയിലും BJPയിലുള്ള ആളുകളുടെ പ്രതീക്ഷ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. അതിന്റെ മാറ്റം കേരളത്തിലുണ്ട്. കേരളത്തിലെ ഏത് ഗ്രാമപ്രദേശങ്ങളിൽ പോയാലും ഈ രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് ദൃശ്യമാവും. അതുപോലെ തന്നെ മോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ, ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ആനുകൂല്യമെങ്കിലും കിട്ടാത്ത ഒരു വീടിന്ന് കേരളത്തിലില്ല, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലില്ല. അത് ജനങ്ങളാണ് നമ്മളോട് പറയുന്നത്. ഞാൻ ഈ ഇന്ന കേന്ദ്ര പദ്ധതിയുടെ ഗുണഭോക്താവാണ്. അത് വലിയൊരു പ്രതീക്ഷ. കലാകാലങ്ങളായിട്ട് യാതൊരുവിധ സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കാതിരുന്ന കുടുംബങ്ങളിൽ ഏതെങ്കിലും പദ്ധതി വഴിക്ക് അവർക്ക് ആനുകൂല്യം ലഭിച്ചതിന്റെ ഒരു ആത്മവിശ്വാസം, ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയുന്നുള്ള ഒരു ആത്മവിശ്വാസം അവരുടെ അടിയിലുണ്ട്. അതുപോലെ തന്നെ ഈ BJPയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ പൊതുവെ ഈ രാജ്യതലത്തിൽ തന്നെ അത് എത്രത്തോളം പാലക്കാട് പോലുള്ളൊരു സ്ഥലത്ത് നിങ്ങൾക്ക് വോട്ടിന് കാരണമാവും, അല്ലെങ്കിൽ BJP പ്രധാനമായും ആളുകൾ വോട്ട് ചെയ്യണമെങ്കിൽ നരേന്ദ്രമോദിയുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്? തീർച്ചയായിട്ടും പാലക്കാട്ടുകാർക്ക് കാണാൻ കഴിയുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികൾ പാലക്കാട് വന്നിട്ടുണ്ട്. പാലക്കാടിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന്റെ കാലാകാലങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു IIT. മോദി സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ബഡ്ജറ്റിൽ പാലക്കാടിനായിട്ട് IIT നൽകി. അത് കഴിഞ്ഞ് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ പാലക്കാട് നെൽകർഷകരുണ്ട്, അതുപോലെ തന്നെ മാങ്ങാ കർഷകരുണ്ട്, നിരവധി കാർഷിക ജില്ലയാണ്. ആ പാലക്കാടത്തെ കർഷകരെ സഹായിക്കുന്ന രീതിയിൽ ഫുഡ് പാർക്ക് കഞ്ചിക്കോട് വന്നിട്ടുണ്ട്. ആ ഫുഡ് പാർക്കിൽ ഇന്ന് നിരവധി യൂണിറ്റുകൾ, ഭക്ഷ്യ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി യൂണിറ്റുകൾ വന്നിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് ഡിഫൻസ് പാർക്ക്, കിൻഫ്രയിൽ ഡിഫൻസ് പാർക്ക് വന്നിട്ടുണ്ട്. പാലക്കാട് നഗരസഭ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 221 കോടി രൂപയാണ് അമൃത് പദ്ധതിയിൽ പാലക്കാട് നഗരസഭയ്ക്ക് 2015 മോദി സർക്കാർ നൽകിയത്. ഇപ്പോൾ 2ാം ഘട്ടം അമൃത് 2.0ൽ പാലക്കാട് നഗരസഭ, ഒറ്റപ്പാലം നഗരസഭ, ഷൊർണൂർ നഗരസഭ, ചെർപ്പുളശ്ശേരി, ചിറ്റൂർ ഉൾപ്പെടെയുള്ള എല്ലാ നഗരസഭകൾക്കുമായിട്ട് 112 കോടി രൂപയോളം ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് 2ാം ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. ഈ അടുത്ത ദിവസമാണ് പാലക്കാട് നഗരസഭയ്ക്കും പട്ടാമ്പിക്കും ഷൊർണൂരിനും ആയിട്ട് വീണ്ടും കേന്ദ്ര സഹായം ലഭിച്ചിട്ടുള്ളത്. പാലക്കാടിന് 20 കോടി കിട്ടി, ഷൊർണൂർ നഗരസഭയ്ക്ക് 5.5 കോടി രൂപ കിട്ടി, പട്ടാമ്പി നഗരസഭയ്ക്ക് 6.5 കോടി രൂപ. അപ്പോൾ പാലക്കാട്ടുകാർക്ക് കാണാൻ കഴിയുന്ന നിരവധി പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് വന്നിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ പാലക്കാടും തൊട്ട് കോഴിക്കോട് വരെയുള്ള യാത്രാക്ലേശം ഒഴിവാക്കാൻ പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേ 10,000 കോടി രൂപയുടെ പദ്ധതിയാണ്. പാലക്കാട് ജില്ലയുടെ ബോർഡർ തൊട്ട് മരുത റോഡ് വരെ, കോയമ്പത്തൂർ ഹൈവേ വരെയുള്ള ഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ടുള്ള ഹൈവേയാണ് വരുന്നത്. അത് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് എന്താണ് മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉണ്ടാവുന്ന മാറ്റം, ഈ രാജ്യത്ത് നടക്കുന്ന വികസനം എന്നുള്ളത് നേരിട്ട് ബോധ്യമായിട്ടുള്ള കാര്യമാണ്.
അതുപോലെ തന്നെ ഇപ്പോൾ പ്രധാനമായും ആദ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് താങ്കളാണ്. ഇപ്പോൾ വിജയസാധ്യത എന്നുള്ളതിന് അതിലേക്ക് തന്നെയാണോ, അല്ലെങ്കിൽ കൂടുതൽ നില മെച്ചപ്പെടുത്തുകയാണ്, എന്താണ് ലക്ഷ്യം? അല്ല, ഇത്തവണ കേരളത്തില് ഞങ്ങള് 20 സീറ്റിലും മത്സരിക്കുന്നത് വിജയിക്കുന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. ഒരു മാറ്റമുണ്ടാവാൻ ജനങ്ങളുടെ മനസ്സിൽ ഒരു നിമിഷത്തെ ചിന്ത മതി. ത്രിപുര നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ഉദാഹരണം. 1.5% വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ ഞങ്ങൾ ഒരു സുപ്രഭാതത്തിലാണ് അവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയായിട്ട് മാറിയിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇന്ന് 15 മുതൽ 15% വോട്ടുണ്ട്. ആ 15% നിന്ന് 35-40% വോട്ടായി മാറാൻ വലിയ പ്രയാസമൊന്നുമില്ല. അത് ഞങ്ങൾ ഇത്തവണ പ്രതീക്ഷിച്ചു. ജനങ്ങളുടെ ഇടയിൽ നിശബ്ദമായിട്ടുള്ള ഒരു മാറ്റത്തിനുള്ള ഒരു ചിന്തയുണ്ട്. ആ ചിന്ത ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഇത്തവണ വരും. കേരളത്തിൽ ഞങ്ങൾ നിരവധി സീറ്റുകളിൽ ജയിക്കുന്നുള്ള ഉറച്ച ആത്മവിശ്വാസമാണ്. അതിൽ പാലക്കാടും ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്. എന്തായാലും നില മെച്ചപ്പെടുത്തുക എന്നുള്ളതല്ല, മറിച്ച് തങ്ങൾക്ക് ഇത്തവണ ജയിക്കാൻ കഴിയും. 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ്. അത്ഭുതം സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് സി കൃഷ്ണകുമാർ നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്.